ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ട്രേഡ് എടുത്തിരുന്നു സൺഫാർമയിലാണ് 169 രൂപ 50 പൈസ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 30 ക്വാണ്ടിറ്റിയാണ്. ട്രേഡ് എടുക്കാനുണ്ടായിരുന്ന റീസൺ പറയാം. CPRന് താഴെ S2 കൂടെ ബ്രേക്ക് ചെയ്ത് S2 അല്ല S3 കൂടെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്തത്. ഏകദേശം ഇവിടുന്നായിരുന്നു എൻട്രി 12:20. സ്റ്റോപ്പ് ലോസ് ഒരു 3 രൂപ 90 പൈസ. ടാർഗറ്റ് ഈ ഒരു CPR ലെവല്, അത് CPR അല്ല, ഈ ഒരു സപ്പോർട്ട് ലെവല് S4ന്റെ മുകളിലായിട്ടായിരുന്നു വെച്ചിരുന്നത്. ഏകദേശം 1:4 റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നു. 5.65 പൈസ റിസ്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. സ്റ്റോപ്പ് ലോസ് വരുവാണെങ്കിൽ 3 രൂപ 90 പൈസ. ഏകദേശം 120 രൂപയുടെ അടുത്ത് ലോസ് വരുവാണെങ്കിൽ വരുമായിരുന്നു. പ്രോഫിറ്റ് 169 രൂപ 50 പൈസ. ഇനി നാളത്തേക്ക് 9-ാം തീയതി വെള്ളിയാഴ്ചത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അതൊന്ന് പറയാം. ഫസ്റ്റ് സ്റ്റോക്ക് ഹീറോ മോട്ടോക്രോപ്പ് ആണ്. അത് ഈ ഒരു ലെവലിന് താഴത്ത് തന്നെ നിൽക്കുവാണ്. 2798.20 താഴത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. ഇതിന് മുകളിലോട്ടാണ് 2812.85 മുകളിൽ മാത്രം വരുവാണെങ്കിൽ ഒരു ലോങ് എൻട്രി നോക്കുക. അടുത്ത സ്റ്റോക്ക് ഉള്ളത് വേഡലായിരുന്നു. വേഡല് ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു ലെവലിന് മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു മേളിൽ നിൽക്കുമ്പോൾ ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുക. ഇതിന് താഴത്തോട്ട് വരുമ്പോൾ മാത്രം ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതൊരു പിൻ ബാർ ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഏകദേശം 1:2 റിസ്ക് റിവാർഡ് സിമ്പിൾ ആയിട്ട് കിട്ടിയേനെ. അടുത്ത സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. ഈ ഒരു ലെവല് ഏകദേശം 1270.15 താഴത്ത് വരുവാണെങ്കിൽ മാത്രം ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുക. ഇതിന് താഴെ നിങ്ങൾക്ക് ലോങ് നോക്കേണ്ടത് ഈ ഒരു ലെവല് 1282 മുകളിൽ വരുമ്പോൾ ഒരു ലോങ് എൻട്രി മാത്രം നോക്കുക. ഇനി ഒരു കാര്യം പറയാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കുക്കു FM-ന്റെ. അത് ഇപ്പം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറുവാണെങ്കിൽ പകുതി പൈസ മാത്രം കൊടുത്താൽ മതി ഒരു കൊല്ലത്തേക്ക്. അതിൻ്റെ അകത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ധാരാളം ബുക്സ് ഉണ്ട്. മലയാളത്തിലുള്ള ഇതുകൊണ്ട് ട്രേഡിംഗ് ഇൻ ദ സോണൊക്കെ നല്ല ബുക്കാണ്. അതൊന്ന് കേൾക്കാൻ നോക്കുക. ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഏകദേശം നമുക്ക് റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീല് ഈ ഒരു റേഞ്ച് 108.20 മുകളിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഒരു ലോങ് എൻട്രി നോക്കുക. ഷോർട്ട് എൻട്രി നോക്കേണ്ടത് 107.25 താഴത്ത് വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതും ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അടുത്ത സ്റ്റോക്ക് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ ഒരു ലോങ് എൻട്രി മാത്രം നോക്കുക. ഈ ഒരു ഇതിന് മുകളിൽ നിൽക്കുവാണ് 128.85. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഒരു ലോങ് എൻട്രി മാത്രം നിങ്ങൾ നോക്കുക. ഷോർട്ട് എൻട്രി നോക്കേണ്ടത് ഈ ഒരു ലെവല് 227.30 താഴെ വരുമ്പോൾ മാത്രം ഒരു ഷോർട്ട് എൻട്രി നോക്കുക. അടുത്ത സ്റ്റോക്ക് സിപ്ലയാണ്. സിപ്ല ഈ ഒരു ലെവലിന്റെ താഴത്ത് നിൽക്കുവാണ്. ഈ ഒരു ലെവല് 1116.90 താഴത്ത് നിൽക്കുമ്പോൾ ഒരു ഷോർട്ട് എൻട്രി മാത്രം നോക്കുക. ലോങ് എൻട്രി നോക്കാവുന്നത് 1121.40 മുകളിൽ നിൽക്കുമ്പോൾ മാത്രം ഒരു ലോങ് എൻട്രി നോക്കുക. അടുത്ത സ്റ്റോക്ക് HDFC ആണ്. അത് ഷോർട്ട് എൻട്രി നോക്കുക. ഈ ഒരു ലെവലിന്റെ 2670.85 താഴത്ത് നിൽക്കുമ്പോൾ ഒരു ഷോർട്ട് എൻട്രി നോക്കുക. ലോങ് എൻട്രി നോക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ലെവല് 2681.70, അതായത് 2682 മുകളിൽ വരുമ്പോൾ മാത്രം ഒരു ലോങ് എൻട്രി നോക്കുക. ഇതിന് പ്രൈസ് മുകളിലെത്തുമ്പോൾ മാത്രം ഒരു ലോങ് എൻട്രിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇതിന് താഴത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് എൻട്രി ഉറപ്പായിട്ട് നോക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് റിലയൻസ് ആണ്. റിലയൻസ് ഈ ഒരു ലെവല് 2629.25 താഴത്ത് നിൽക്കുവാണ്. അന്നേരം നിങ്ങളൊരു ഷോർട്ട് എൻട്രി മാത്രം നോക്കുക. ഇതിന്റെ പ്രൈസ് ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ എങ്ങോട്ട് വേണേൽ നാളെ മൂവ്മെന്റ് അനുസരിച്ച് പോവാം. അപ്പം ഈ ഒരു ലെവലിന് മുകളിൽ വരുമ്പോൾ മാത്രം ഒരു ലോങ് എൻട്രി നോക്കുക. 2691.40. ഇതിന്റെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ സ്റ്റോക്കിനെ വിട്ടുകളയുക. ഈ ലെവലിന് രണ്ട് മേളിൽ ഈ രണ്ട് ലെവലും മാത്രം നോക്കുക. ഇതിന് താഴത്തോട്ട് വരുവാണെങ്കിൽ ഒരു ഷോർട്ട് എൻട്രിയും ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് വരുവാണെങ്കിൽ ഒരു ലോങ് എൻട്രി മാത്രം നോക്കുക. അപ്പം 1, 2, 3, 4, 5, 6, 7, 8 സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ഹീറോ മോട്ടോക്രോപ്പും വേഡലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ സ്റ്റീല്,
കോൾ ഇന്ത്യ, സിപ്ല, HDFC, റിലയൻസ്. അങ്ങനെ നമ്മൾ 8 സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പം തന്നെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നാളെ നല്ല മൂവ്മെന്റ് ഉണ്ടാകാൻ പോകുന്ന സ്റ്റോക്കുകളാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.